ഇജ്ജറിഞ്ഞില്ലേ എന്റെ നാത്തൂനും കുട്ടികളെ എന്റെ ആങ്ങളെ കൊണ്ടുപോകാണല്ലോ ഓന്റെ അടുത്തേക്ക്. ഓനിപ്പോ 3 കൊല്ലായിട്ട് ലീവില്ലല്ലോ, അപ്പൊ ഓളെ കുട്ടികളെയും കാണാൻ പുതിയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാണല്ലോ. ഇവിടെ വയസ്സായ തള്ളിയും തന്തിണ്ട് എന്നുള്ള ബോധമൊന്നും ഓനക്കില്ലല്ലോ. ഒക്കെ ഓളെ തലേന്ന് ഉണ്ടായതേക്കാരം, ഓള് പറഞ്ഞങ്ങാണ്ടേക്കാരം പോണത്. അല്ലാതെ ഇപ്പത്താ, അല്ലെങ്കിൽ പോനും ഇങ്ങോട്ടും പോന്നൂടെ. ഉം ബാപ്പാനും മാനും നോക്കാൻ ഇവിടെ ആള് വേണമെന്നൊന്നുമില്ല ചിന്ത ഒന്നും ഓനക്കില്ലല്ലോ. ബാപ്പാക്കും മാക്കും ഇവിടെ ഒരു കൂട്ടുമാണെന്നുള്ള ചിന്ത ഓനക്കില്ല. ഓൽക്ക് പത്രാസായിട്ട് നടക്കണ്ടേ, എന്തേലും കാട്ടിക്കോട്ടെ. ഒക്കെ തീരുമാനിച്ചിട്ടല്ലേ ബാപ്പാനോടും മാനോടും പറഞ്ഞിട്ടുള്ളത്. വേറെ മക്കളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇപ്പൊ പോകാൻ കരുതിയിട്ടില്ല. ഇച്ച് ഇവിടെ തന്നെ കിടക്കാം, ഇച്ച് ഇവിടെ തന്നെ കുട്ടീനെങ്കിലും ഉറക്കം വരുള്ളൂ. എന്നാ ശരി, എന്നോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെച്ചാളാ. മകൾ ഓൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നോട് പറയാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചിനി, അതപ്പൊ ഞാൻ എന്നെ വിളിച്ചത്. ഓന് 3 കൊല്ലായില്ലേ പോയിട്ട്, ഇതുവരെ ലീവ് കിട്ടിയിട്ടില്ലേ. കുട്ടികളെ കാണാൻ പൂതിയാവുമെന്നും പറയും. അപ്പൊ പിന്നെ ഓനും തന്നെ കരുതിയേക്കുന്നാണ് കൊണ്ടുപോകുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജീവിതമല്ലേ ഉള്ളൂ, എത്ര കാലം കരുതിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കഴിച്ചുന്നത്. ഓലെ സന്തോഷത്തിനനുസരിച്ച് നമ്മൾ നിൽക്കാന്നല്ലാതെ. ഇല്ല, ഓനക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല പൈസക്ക്. പിന്നെ ഓന്റെ പേരക്കാർക്കും കുഴപ്പം, ബാപ്പാക്കുമാക്കും പ്രായമായിട്ടില്ല. ഓർക്ക് പിന്നെ വെച്ചുണ്ടാക്കി തിന്നാനൊക്കെ കഴിയുന്നു. പിന്നെ മറ്റേ മക്കളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തന്നെയല്ലേ, ഓൽക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയാലും മതിയല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയാലും മതിയല്ലോ. അതല്ലേ പിന്നെ നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവന്നേക്കാരം. ആയിക്കോട്ടെ, എന്നോട് പറയാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.